വേണ്ടിയിട്ട് തങ്ങൾ ഉണ്ടാക്കിയ വീട്ടിന്റെ ജലം തുറന്ന് ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു തലമുറയ്ക്ക് രോഗമില്ലാതെ ശുദ്ധമായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് സമരം നടത്തിയ എന്റെ പാവപ്പെട്ട സഹോദരിമാർക്ക് നേരെ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. കാരണം ഞങ്ങൾ പാതിരാക്ക് ഇറങ്ങിയത് സമരമുള്ളത് കൊണ്ടാണ്. അത് ഇറങ്ങുന്നവർക്കാണ് പരിപാടി അറിയാം. അതുകൊണ്ട് വിനീതമായിട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അത്തരം തോന്നിയാസങ്ങൾ കേരളീയ കേൾക്കണം. റെക്കോർഡുണ്ട്. പോലീസ് ആവശ്യ സന്ദർഭത്തിൽ ഞങ്ങൾ റെക്കോർഡായിട്ട് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഫോട്ടോ ആയിട്ടുണ്ട്. ഇനി ബാക്കി സംഗതികളും കേരളീയ സമൂഹത്തിൽ അറിയിക്കും. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, ഈ സമരത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഞങ്ങൾ ഈ സമരത്തെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് മാത്രമല്ല, അവിടെ ബസ്സിനാരെ കല്ലെറിഞ്ഞു. ബഹുമാന്യനായ സോളിഡാരിറ്റിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ജയിലിലാണുള്ളത്. അഭിമാന പുരസ്സരങ്ങൾ ചോദിക്കട്ടെ, ധൈര്യ സമയം ചോദിക്കുക, ആരാ കല്ലെറിഞ്ഞത്? എനിക്കറിയാം, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആരാ കല്ലെറിഞ്ഞത്. കാരണം അവിടെ ആകെയുള്ളത് 10-200 പോലീസുകാരാണ്. ഞങ്ങൾ അടിച്ചോടിക്കില്ലായിരുന്നു. ചോദിക്കട്ടെ, ഞങ്ങൾ ആട്ടി ഓടിച്ച് വീട്ടിലുള്ളവരെ പിടിച്ചുകൊണ്ടുപോയി അവശേഷിക്കുന്ന കുറച്ചാളുകള് തണലിന്റെ ബേക്കിലാണുള്ളത്, ഞങ്ങളുടെ അവിടെയുള്ള ബിൽഡിങ്ങിന്റെ ബേക്കിലാണുള്ളത്. അപ്പോഴാണ് പോലീസിന്റെ സംരക്ഷണത്തിൽ കല്ലെറിയുന്നത്. എന്നിട്ട് കല്ലെറിഞ്ഞിട്ട് കേസ് ചുമത്തിയിരിക്കുന്നു. ആർക്കെതിരെ? സോളിഡാരിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളീയ സമൂഹം മാപ്പ് തരില്ല, പക്ഷേ ഞങ്ങൾ അഭിമാനമായി സ്വീകരിക്കും. ആ ആക്രമണത്തിന് ശേഷം അവിടെ നിന്നൊരു പിഞ്ചു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിഞ്ചു കുഞ്ഞ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന, രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേച്ചുകൊണ്ടിരുന്ന പിഞ്ചു കുഞ്ഞെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു സോളിഡാരിറ്റി പ്രവർത്തനം അനങ്ങാടിക്കാൻ കഴിയില്ല. ഇവിടുത്തെ പാർട്ടിക്കാരെ പോലെയല്ലോ. അഭിവാദ്യം പ്രഖ്യാപിച്ച് മിണ്ടാണ്ടിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് എട്ടും പൊട്ടും തിരിയാത്ത പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിനെ, ഒരു കുഞ്ഞിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ സോളിഡാരിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് മുദ്രാവാക്യം പിടിച്ചു. ഇല്ല, സമ്മതിക്കില്ല. അദ്ദേഹത്തെ ഓടിച്ചു, അടിച്ച് പോലീസ് സ്റ്റേഷന് മർദ്ദിച്ച് ഇന്ന് ജയിലിലാണ്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഉത്തരവാദപ്പെട്ട പോലീസുകാർക്കെതിരെ ബസ്സിന് കല്ലെറിഞ്ഞത് കേസ് കൊടുക്കണം. പിന്നെ ഇന്ന് പത്രത്തിൽ കണ്ടു, അവിടെ വണ്ടി കത്തിച്ചത് കേസ് എടുത്തിട്ടില്ല. ഞാൻ പറയുന്നു, അത് കൃത്യമായിട്ട് അറിയാം. ഏഷ്യാനെറ്റ് ചാനൽ കാണിക്കല്ലേ, പോലീസുകാരുടെ കാവലല്ലേ വണ്ടി കത്തുന്നത്. നിങ്ങൾ വിചാരിച്ച് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ്, വേഗം തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞ യേശുമില്ല. കേരളത്തിന്റെ തെരുവുകളിൽ, കേരളത്തിന്റെ പട്ടണങ്ങളിൽ, കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരന്റെ ജനമനസ്സുകളിൽ സോളിഡാരിറ്റി തെളിനീരാണ്. ആ തീവ്രവാദത്തിന്റെ വില കുറഞ്ഞ മുദ്രാവാക്യമുണ്ടല്ലോ, അതിന് തൽക്കാലം ഇനി നിങ്ങൾ എവിടെയാണോ, ആരാണോ നിങ്ങൾ ഏൽപ്പിച്ചത്, അവർക്ക് എത്തിച്ചു കൊടുത്ത്. അതുകൊണ്ട് അതിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഡിവൈഎസ്പിയെ പുറത്താക്കണം. ഇത്രയും ആവശ്യങ്ങൾക്കാണ് കൃത്യമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് ഞാൻ പറയുന്നു, പവൻ ഡിവൈഎസ്പി ഇരയായതാണോ എന്ന് സംശയമുണ്ട്. അദ്ദേഹം ഇരയായതാണോ സംശയമുണ്ട്. ഇത് നിയന്ത്രിച്ചത് ആമിന മാളിയക്കലിന്റെ മുമ്പിൽ നിർത്തിയിട്ട് സാക്ഷാൽ രമേശന്റെ നേതൃത്വത്തില് ഏരിയ പ്രസിഡന്റാണ് ആസൂത്രണം ചെയ്തത്. ആ ആസൂത്രണത്തിന് കരുവാക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തലയിലുള്ള തൊപ്പിയെയും അദ്ദേഹത്തിന്റെ ഷർട്ടും വസ്ത്രവുമാണ്. അതിട്ടിട്ട് ഈ ദേശീയവേല, ഈ ദാസ്യവേല നിങ്ങൾ നിർത്തണമെന്നാണ് വിനീതമായിട്ട് സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കണം. ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആവശ്യപ്പെടുവാനുള്ളത്. അത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു സൂചന മാർച്ചാണ്. ഇനി ഇതിന്റെ സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ തലശ്ശേരിയിൽ ഇതുവരെ കാണാത്ത ഒരു സമരത്തിന് ഇന്ന് കണ്ടു. ഇനി ഇതിനേക്കാൾ ഭയാനകമായ സമരത്തിന് മുമ്പ് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉത്തരവാദപ്പെട്ട ആളുകളോട് പറയാനുള്ളത്. അഡ്വക്കറ്റ് സജിത്തുണ്ട്. ഓന്റെ പണിയെ കുറിച്ച് നമുക്ക് അറിയാഞ്ഞിട്ടല്ല, തൽക്കാലം അത്തരം പേരുകളൊന്നും പറഞ്ഞിട്ട് ഈ സദസ്സിനെ മലീമസപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. പിന്നെയും കുറെ അഡ്വക്കന്മാരുണ്ട്. അതുകൊണ്ടാണ് കുറെ കുബുദ്ധി വന്നത്. മുസ്ലിം ലീഗിനുമുണ്ട് ഒരു അഡ്വക്കറ്റ്, അതിൽ കോൺഗ്രസിനും അഡ്വക്കറ്റ്, എല്ലാവരും ഉണ്ട്. ഈ അഡ്വക്കറ്റുമാരുടെ കുബുദ്ധിയാണ് പാവം പോലീസുകാരുടെ ഏമാനായി ചാഞ്ഞ് ഈ ഷൗക്കത്തിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് മോനെ, നിന്റെ കാര്യം കഴിഞ്ഞു. നിനക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോവാൻ സോളിഡാരിറ്റി സന്നദ്ധമായി. ഈ മാർച്ചിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡാരിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അവരെ അതുകൊണ്ട്